സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 9 ജില്ലകളിൽ റെഡ് അലർട്ട്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ശക്തമായ മഴ തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. പലയിടത്തും വ്യാപക നാശനഷ്ടമടക്കമുണ്ടായ മഴക്കാലം തന്നെയാണ് ഇത്. വടക്കൻ ജില്ലകളിൽ കൂടുതലായും മഴ ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ മഴക്കാലം വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ശതമാനം മഴ ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യം ഈ വടക്കൻ കേരളത്തിൽ തന്നെ വ്യാപകമായ മഴയുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എല്ലാ ജില്ലകൾക്കും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വടക്കൻ ജില്ലകൾ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അങ്ങനെ 9 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. പത്തനംതിട്ട ജില്ലയിലും എല്ലാം റെഡ് അലേർട്ടാണ്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വ്യാപകമായ രീതിയിലുള്ള മഴയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീരദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ ആഞ്ഞടിക്കുന്ന കാറ്റിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഏതായാലും തീരദേശ മേഖലകളിലുള്ള യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതോടൊപ്പം മലയോര മേഖലകളിലും യാത്രകൾ ഒഴിവാക്കാനും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടമാണെങ്കിൽ വേണ്ട രീതിയിൽ നടപടികൾ സ്വീകരിക്കാനായി ജില്ലാ നേതൃത്വങ്ങളെല്ലാം സജ്ജമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചു വന്നിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കമുള്ള മുനിസിപ്പാലിറ്റി അടക്കമുള്ള എല്ലായിടങ്ങളിലേക്കും ഓരോ സ്ഥാപനങ്ങളിലേക്കും പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇത് കൈമാറുന്നത്. അതോടൊപ്പം തന്നെ വേണ്ട രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോവുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഇന്നുകൂടി ശക്തമായ മഴ ഉണ്ടാകും, അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോ 2-ാം തീയതി തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് 3 ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇനി 2-ാം തീയതി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് മാറ്റിവെക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും അത് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല. സ്കൂൾ 2-ാം തീയതി തന്നെ തുറക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇനി അതിതീവ്ര മഴയുണ്ടാകുമ്പോൾ, ഇനി കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ വലിയ സാധ്യതകളുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ അടുത്ത വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകില്ല. മിതമായ നിരക്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ 2-ാം തീയതി തന്നെ ഉണ്ടാകും. ഏതായാലും ശക്തമായ മഴ നിലവിൽ തുടരുകയാണ്. സംസ്ഥാനത്തുടനീളം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കേരള തീരത്തെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് പലയിടത്തും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ശരി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും